നമ്മളുടെ പ്രിയപ്പെട്ടവർ അപ്രതീക്ഷിതമായി പെട്ടെന്ന് കടന്നു പോകുമ്പോൾ, പ്രത്യേകിച്ചും അവരുടെ ചെറുപ്രായത്തിൽ, അത് നമ്മുടെ മക്കളാവാം, മാതാപിതാക്കളാവാം, ജീവിത പങ്കാളിയാവാം, ചെറുപ്രായത്തിൽ കടന്നു പോകുമ്പോൾ ആ ആഘാതം അതിതീവ്രമായിരിക്കും. ഈ ഒരു ആഘാതത്തിൽ അവരൊരു ഷോക്കിലാണ്. അതിനെ ഫ്രോസൺ സ്റ്റേജ് എന്നാണ് പറയുക. ഒരാകെ കൂടി മരവിച്ച അവസ്ഥ, ചുറ്റും നടക്കുന്ന എന്താണെന്ന് പോലും അറിയാതെ ഇങ്ങനെ അവർ യാന്ത്രികമായിട്ട് പോവുകയാണ്. അവർക്കൊന്ന് കരയാൻ, ആ വേദന അനുഭവിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ്. ചിലയിടങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും ഇവർ ഈ മരണാന്തര കർമ്മങ്ങളൊക്കെ വളരെ ധൈര്യത്തോട് ഓടി നടന്ന് ചെയ്യുന്നത്. അപ്പം നമുക്ക് തോന്നും, ഇവർക്ക് ഇത്ര ധൈര്യമാണോ, ഇവർക്ക് വേദനയിൽ ഇവരുടെ മനസ്സ് കല്ലുപോലെയാണോ എന്നൊക്കെ. സത്യത്തിൽ അവർ ഈ ഫ്രോസൺ സ്റ്റേജിലാണ്. നമ്മൾക്കറിയാം, നമ്മുടെ ശരീരം മരവിപ്പിച്ചിട്ട് സർജറി ചെയ്യുമ്പോൾ നമ്മൾ ഇതൊന്നും അറിയുന്നേയില്ല, ആ വേദന അനുഭവിക്കുന്നുമില്ല. മരവിപ്പ് പോകുമ്പോഴാണ് വേദന അറിയുന്നത്. എന്നുപോലെയാണ് ഈ ഫ്രോസൺ സ്റ്റേജ് കഴിയുമ്പോൾ അവരുടെ ഡിനയലിലോട്ടാണ്. അവർക്ക് ഇത് ഉൾക്കൊള്ളാനൊക്കെയില്ല അവർ കടന്നു പോയി എന്നുള്ളത്. പിന്നീട് അവർ പതുക്കെയാണ് ഈ ഒരു ഗ്രീവിങ് സ്റ്റേജിലോട്ട് വരുന്നത്. അവർക്ക് അപ്പോഴാണ് ആ വേദനയും, അത് തീവ്രമായ വേദനയായിരിക്കും. വേദനയും സങ്കടവും ദേഷ്യവും ഒക്കെ വരും. ദൈവം എന്തുകൊണ്ട് എന്നോട് ഇത് ചെയ്തു, ദൈവത്തോട് പോലും ദേഷ്യം വരും. അല്ലെ, സ്വയം ഞാൻ അങ്ങനെ ഒന്ന് ചെയ്തിരുന്നെങ്കിൽ, അങ്ങനെ ഒന്ന് കരുതിയിരുന്നെങ്കിൽ ഇത് ഒഴിവാക്കാമായിരുന്നു, കുറ്റബോധം വരും. ഇങ്ങനെ ഈ വേദനയെല്ലാം ഒന്നിനൊന്ന് ഒരു മിക്സഡ് ഫീലിങ്ങിലൂടെ കടന്നു പോയിട്ടാണ് അവർ അക്സെപ്റ്റൻസിലേക്ക് വരുന്നത്. സോ ഇങ്ങനെ കരയാതിരിക്കുന്നവരെ നമ്മൾ കൂടുതൽ ചേർത്ത് പിടിക്കണം. മനസ്സുകൊണ്ടെങ്കിലും അവർ അനുഭവിക്കാൻ പോകുന്ന വേദനയിൽ ശക്തി കൊടുക്കണമെന്ന് ഒന്ന് പ്രാർത്ഥിക്കുകയെങ്കിലും ചെയ്യുക.